ഓയിലിനെ അറിയപ്പെടുന്നത് ബ്ലാക്ക് ഗോൾഡ് എന്നാണ്. ഡാറ്റയെ അറിയപ്പെടുന്നത് ഡിജിറ്റൽ ഗോൾഡാണ്. ഡിജിറ്റൽ ഗോൾഡ് തീർച്ചയായിട്ടും ഗോൾഡ്, തങ്കം, പൊന്ന് എന്നുള്ള ആ ഒരു വാല്യൂ ആണ് ആ ഒരു വേർഡ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇൻഡസ്ട്രിയൽ ഏജിന് ശേഷം ഇൻഫർമേഷൻ ഏജും ഇൻ്റലിജൻസ് ഏജും ഇപ്പോഴുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ ബേസ് എന്നുള്ളത് ഡാറ്റയാണ്. തീർച്ചയായിട്ടും ടെക്നോളജിക്കൽ ലീപ്പ് വന്നപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അബൻഡൻസ്, അതായത് ഡാറ്റയുടെ ആധിക്യം എന്നുള്ളത് തീർച്ചയായിട്ടും പല രീതിയിലുള്ള കരിയറുകൾക്ക് സാധ്യത നൽകിയിട്ടുണ്ട്. സോ അതിൽ വരുന്ന 8 കരിയർ മേഖലകളാണ് മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് മലയാള മനോരമയുടെ ഓൺലൈൻ പതിപ്പായ കരിയർ ഗുരുവിൽ നിന്നാണ്. തീർച്ചയായിട്ടും പ്രിന്റഡ് മീഡിയയിലും ചിലപ്പോൾ ഇത് വന്നിരിക്കാം. സോ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് മലയാള മനോരമ, മാതൃഭൂമി പോലുള്ള ന്യൂസ് പേപ്പറുകളുടെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, കരിയർ സ്പേസ് എന്നുള്ളത് വളരെ കൂടുതൽ ഇൻഫർമേഷൻ തരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പേജുകളിൽ, ഈ സ്പേസുകളിലുള്ള അറിവ് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. നിങ്ങളുടെ കരിയറിനും ഹയർ എഡ്യൂക്കേഷൻ കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു ഇൻഫോംഡ് ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നത് മലയാള മനോരമയുടെ ഓൺലൈൻ കരിയർ ഗുരു എന്നുള്ള ഒരു സ്പേസിൽ നിന്ന് ഉള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ്. 8 കരിയർ മേഖലകൾ, അതും ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഡാറ്റ സയൻറ്റിസ്റ്റാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡാറ്റ എന്നുള്ളത്, ഡാറ്റ കളക്ഷൻ എന്നുള്ളത്, അതിൻ്റെ അനാലിസിസ് എന്നുള്ളത്. സോ ഈ ഡാറ്റയെ എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്, എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതാണ് ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ ജോലി എന്നുള്ളത്. സോ ട്രെൻഡുകളും പാറ്റേണുകളും ഒക്കെ മനസ്സിലാക്കുന്ന കൂട്ടരാണ് ഡാറ്റ സയൻറ്റിസ്റ്റുകൾ. മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യ ഇവർ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിനും ഡാറ്റ സയൻറ്റിസ്റ്റുകളുടെ സഹായം വരുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് എന്നിവയിലെ പാശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട്, പൈത്തൺ, ആർ പോലുള്ള പ്രോഗ്രാമിംഗ് ഭാഷകളിലെ പരിജ്ഞാനവും ഡാറ്റ സയൻറ്റിസ്റ്റുകൾക്ക് ആവശ്യമാണ്. ഡാറ്റ സയൻറ്റിസ്റ്റ് ജോലികൾ അടുത്ത 10 വർഷത്തിൽ 36% വളർച്ചയാണ് അമേരിക്കയിലെ ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കാക്കുന്നത്. രണ്ടാമത്തെ കരിയർ മേഖല വിത്ത് റെസ്പെക്ട് ടു ഡാറ്റ ബിസിനസ് ഇൻ്റലിജൻസ് അനലിസ്റ്റുകളാണ്. സോ ഇവിടെ ഡാറ്റയുണ്ട്, ബിസിനസ് ഉണ്ട്, ഇത് രണ്ടും ചേർത്തിട്ടുള്ള ഒരു ഫ്യൂഷനാണ്. കോംപ്ലിക്കേറ്റഡ് ഡാറ്റകൾ ഉപയോഗിച്ച് ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് കമ്പനികളെ സഹായിക്കുന്നവരാണ് ബിസിനസ് ഇൻ്റലിജൻസ് അനലിസ്റ്റുകൾ. ടെക്നിക്കൽ പാശ്ചാത്തലമുള്ള ആൾക്കാരാണ് എളുപ്പത്തിൽ ഈ ഒരു കരിയർ മേഖലയിലേക്ക് വരാൻ പോകുന്നത്. അവർക്ക് ഡാറ്റ അവതരിപ്പിക്കുന്നതിനും ഡാറ്റ വിഷ്വലൈസേഷൻ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതിലും തീർച്ചയായിട്ടും പ്രാവീണ്യമുണ്ട് എന്നുള്ളത് ഈ ഒരു കരിയർ മേഖലയിൽ അവരുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ബിസിനസ് അല്ലെങ്കിൽ അനുബന്ധ മേഖലകളിലെ ബാക്ക്ഗ്രൗണ്ട്, പവർ ബി ഐ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇൻ്റലിജൻസ്, SQL, എക്സൽ, ടാബ്ലോ തുടങ്ങിയ ഡാറ്റ വെയർഹൗസിംഗ്, BI ടൂളുകൾ, അഗെയിൻ ബിസിനസ് ഇൻ്റലിജൻസ് ടൂളുകൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു കരിയർ മേഖലയിലെ ജോലികൾക്ക് ആവശ്യമാണ്. അടുത്ത 10 വർഷത്തിൽ 11% വളർച്ചയാണ് ഈ ഒരു കരിയർ മേഖലയിലും നിങ്ങൾ കാണാൻ പോകുന്നത്. മൂന്നാമത്തത് ഡാറ്റ എഞ്ചിനീയറാണ്. എഞ്ചിനീയേഴ്സ് ദേ ആർ ഇൻ ടു അപ്ലിക്കേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് പ്രാക്ടിക്കാലിറ്റി ആണ്. സോ ഇവരുടെ ഇൻപുട്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഡാറ്റയാണ്. സോ ഡാറ്റ കളക്ഷൻ, ഡാറ്റ സ്റ്റോറേജ്, ഡാറ്റ അനാലിസിസ് തുടങ്ങിയ സംവിധാനങ്ങളാണ് അതിൻ്റെ ബേസിക്സ് ആണ്, ഫണ്ടമെൻ്റൽസ് ആണ് തീർച്ചയായിട്ടും ഡാറ്റ എൻജിനീയേഴ്സിൻ്റെ മെയിൻ റോളിൽ വരുന്നത്. സോ ഡാറ്റ രൂപകൽപ്പന ചെയ്യുകയാണ്, ഡാറ്റ മോഡൽസ് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെയുള്ളതും ഡാറ്റ എൻജിനീയേഴ്സിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നുണ്ട്. സോ വലിയ തോതിലുള്ള ഡാറ്റ ബേസുകളെ മാനേജ് ചെയ്യുകയാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി. ഡാറ്റയുടെ ക്ലാരിറ്റി, കൃത്യത, ലഭ്യത, സുരക്ഷ ഡാറ്റ എൻജിനീയേഴ്സ് ഉറപ്പിക്കുന്നുണ്ട്. പൈത്തൺ, ജാവ, SQL തുടങ്ങിയ പ്രോഗ്രാമിംഗ് ഭാഷകളിലെ ശേഷികൾക്കൊപ്പം
ഹഡൂപ്പ്, സ്പാർക്ക് പോലുള്ള ബിഗ് ഡാറ്റ സാങ്കേതിക വിദ്യകളിലും ഡാറ്റ എഞ്ചിനീയറിംഗ് അറിവ് ആവശ്യമാണ്. സോ ഇവിടെ സാന്ദർഭികമായി ഒന്ന് മെൻഷൻ ചെയ്യാനുള്ളത്, കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ബിടെക് എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികാർ തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്കുമായി, ഈ ഒരു കരിയർ മേഖലയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നുണ്ട്. ഈവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ച കൂട്ടുകാർക്കും പല കാര്യങ്ങളും ഈ ഒരു കരിയർ മേഖലയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നാലാമത്തത് മാർക്കറ്റിംഗ് അനലിറ്റിക്സ് മാനേജേഴ്സ് ആണ്. ഇതൊരു ഫ്യൂഷനാണ്. എഗെയിൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടും ഡാറ്റ അനലിറ്റിക്സുമായി ബന്ധപ്പെട്ടും ചേർന്നിട്ടുള്ള ഒരു കരിയർ മേഖലയാണ്. മാർക്കറ്റിംഗ് നയതന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ ഡാറ്റയെയും അനലിറ്റിക്സിനെയും ഉപയോഗിക്കുന്നവരാണ് ഈ ഒരു പ്രത്യേകം തരത്തിലുള്ള മാനേജേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ മനോഭാവം, അവരുടെ ബിഹേവിയർ, വിപണന ക്യാമ്പയിനുകളുടെ പ്രകടനം, എങ്ങനെയാണ് ക്യാമ്പയിനുകൾ ബിഹേവ് ചെയ്യുന്നത്, അവയുടെ ഡാറ്റ എങ്ങനെയാണ് പാറ്റേണുകൾ മനസ്സിലാക്കി തരുന്നത്, മാർക്കറ്റിംഗ് ട്രെൻഡുകൾ തുടങ്ങിയ മേഖലകളിലാണ് ഒരു മാർക്കറ്റിംഗ് അനലിറ്റിക്സ് മാനേജർ ഡാറ്റയെ യൂസ് ചെയ്യുന്നത്. SQL, എക്സൽ, പൈത്തൺ, ആർ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ഭാഷ വിജ്ഞാനത്തിനോടൊപ്പം ശക്തമായ അനലിറ്റിക്കൽ പ്രശ്ന പരിഹാരശേഷി, പ്രോബ്ലം സോൾവിങ്ങിൻ്റെ മലയാളം വേർഡാണ്. അതോടൊപ്പം ഡാറ്റ വിഷ്വലൈസേഷൻ ടൂളുകളുമായിട്ടുള്ള പരിചയം, ശക്തമായ ആശയവിനിമയ ശേഷിയും, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈ കൂട്ടർക്ക് വേണമെന്നാണ് പറഞ്ഞു തരുന്നത്. അഞ്ചാമത്തത് ഫിനാൻഷ്യൽ അനലിസ്റ്റുകളാണ്. സോ ഇത് ഫിനാൻഷ്യൽ രംഗത്തുള്ള അറിവും അതോടൊപ്പം ഡാറ്റ റിലേറ്റഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള അറിവും ചേർന്നിട്ടുള്ള കാര്യമാണ്. ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിനാണ് ഫിനാൻഷ്യൽ ഡാറ്റ ഇവർ ശേഖരിക്കുന്നതും അതോടൊപ്പം അനാലിസിസ് ചെയ്യുന്നതും. ഫിനാൻഷ്യൽ ഡാറ്റയിലെ ട്രെൻഡുകളും പാറ്റേണുകളും തിരിച്ചറിഞ്ഞ് ഫിനാൻഷ്യൽ മോഡൽസ് അതോടൊപ്പം ഫോർകാസ്റ്റിംഗ് ഒക്കെ നൽകുന്ന കൂട്ടരാണ് ഇവർ. ധനകാര്യ മേഖലയിലെ ബാക്ക്ഗ്രൗണ്ടിനോടൊപ്പം SQL, എക്സൽ, പൈത്തൺ, ആർ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ഭാഷകളിലെ പരിജ്ഞാനവും ഫിനാൻഷ്യൽ അനലിസ്റ്റുകൾക്ക് ആവശ്യമാണ്. ആറാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് അനലിസ്റ്റുകളാണ്. ധനകാര്യ തീരുമാനങ്ങൾ എടുക്കാൻ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ക്വാണ്ട് അനലിസ്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, ട്രേഡിംഗ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്യുന്നു. പ്രോഗ്രാമിംഗ് ഭാഷകളിലെ അറിവിനോടൊപ്പം എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ് പാശ്ചാത്തലവും അഭികാമ്യമാണ്, തീർച്ചയായിട്ടും പ്രിഫറബിളാണ്. സോ ബേസിക്കലി ഫിസിക്സ്, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് അതോടൊപ്പം ഫിനാൻസ് മേഖലയിലെ അറിവാണ് ഈ കൂട്ടരുടെ പ്രൊഫൈലിനെ വേറിട്ട് നിർത്തുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനിയുള്ളത് റിസ്ക് അനലിസ്റ്റുകളാണ്. റിസ്ക് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ അത് ഉണ്ടായാൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ആഘാതം, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് ഇവർ പൊതുവെ ചെയ്യുന്നത്. സോ അതിനവർ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. സോ ബിസിനസ് ഓപ്പറേഷൻസിനെ ബാധിക്കുന്ന റിസ്കുകൾ കണ്ടെത്താനും വിലയിരുത്താനും അവയെ നേരിടുന്നതിനുമുള്ള നയപരിപാടികൾ ആസൂത്രണം ചെയ്യാനും സഹായിക്കുന്നവരാണ് റിസ്ക് അനലിസ്റ്റുകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇതിന് അവർ ഉപയോഗിക്കുന്നത് ഡാറ്റ അനാലിസിസ് ആണ്. പൈത്തൺ, ആർ, SQL അറിവിനോടൊപ്പം റിസ്ക് മാനേജ്മെൻറ്റ്, പ്രോബ്ലം സോൾവിങ് സ്കില്ലും ആവശ്യമാണ്. ഇനി എട്ടാമത്തെയും അവസാനത്തെയും ഡാറ്റ റിലേറ്റഡ് കരിയർ മേഖല എന്നുള്ളത് ഡാറ്റ ഗവേണൻസ് അനലിസ്റ്റുകളാണ്. സോ കമ്പനികളുടെ കൈവശമുള്ള ഡാറ്റയുടെ കൃത്യവും സ്ഥിരതയുള്ളതുമാണോ എന്നും അവ നിയമപരവും ഗവൺമെൻറ് നിബന്ധനകൾക്കും അനുസൃതമാണോ എന്നും ഉറപ്പിക്കുന്ന പ്രൊഫഷണലുകളാണ് ഡാറ്റ ഗവേണൻസ് അനലിസ്റ്റുകൾ. സോ കമ്പനികളുടെ കയ്യിലുള്ള ഡാറ്റ, അതിൻ്റെ ശേഖരണം, അതിൻ്റെ കൃത്യത ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ റൂൾസുമായി എങ്ങനെ അലൈൻഡ് ആണ് എന്നാണ് ഇവരുടെ മെയിൻ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. ഡാറ്റ മാനേജ്മെൻറ്റിനുള്ള നയങ്ങൾക്കും കാര്യപരിപാടികൾക്കും നിലവാരങ്ങൾക്കും രൂപം നൽകാനും ഇവർ സഹായിക്കുന്നു. SQL, പൈത്തൺ, ജാവ എന്നിവയ്ക്കൊപ്പം ഡാറ്റ ഗവേണൻസ്, ഡാറ്റ മാനേജ്മെൻറ്റ് എന്നിവയിലെ അറിവും ഈ പ്രൊഫഷണലുകൾക്ക് ആവശ്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ എഗെയിൻ ഡാറ്റ ഗവേണൻസ് അനലിസ്റ്റുകൾ എന്നുള്ള ഒരു കരിയർ മേഖലയും ഡാറ്റ റിലേറ്റഡ് കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ റോൾ എന്നുള്ളത് കുറച്ചും കൂടി വിസ്താരം കൂടിയതാണ്. കൂടുതൽ ലീഗൽ കംപ്ലയൻസ്,
അതോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ റൂൾസുമായി ബന്ധപ്പെട്ട് റെഗുലേഷൻസുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ നിലനിൽക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ തീർച്ചയായിട്ടും നോക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് റിലേറ്റഡോ ടെക്നോളജി റിലേറ്റഡോ സയൻസ് എന്ന രീതിയിലോ അല്ല, മറിച്ച് കുറച്ചും കൂടി ലീഗൽ ബേസാണ് ഇവരുടെ റോളിൽ വരുന്നത്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ഡാറ്റ റിലേറ്റഡ് കരിയർ മേഖലകൾ 8 മെയിൻ ചാനലുകൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡാറ്റ റിലേറ്റഡ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏത് മേഖലയും തിരഞ്ഞെടുക്കാം, പ്രൊവൈഡഡ് നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ ബേസിക് ട്രെയിനിങ്ങും എവിടെയാണ് എന്നതിനനുസരിച്ച് ഒരു ഭാഗത്ത് ഡാറ്റയുടെ സയൻസ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഡാറ്റ എൻജിനീയറിംഗ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഡാറ്റയും ബിസിനസ്സും നേരിട്ട് വരുന്ന ഫ്യൂഷൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഡാറ്റയും ഫിനാൻഷ്യൽ കൺസെപ്റ്റ്സുകളും തമ്മിൽ ഒന്നിച്ചു വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ റെഗുലേറ്ററി എന്ന രീതിയിൽ. സോ ഏത് ഫീൽഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.